Sir, my point of order is to ensure that you are ruling in the house that we should not display objects, bags, all those things. He is objecting, he is displaying it, and further. What is he displaying? Further, sir, it's not possible, sir. Sir, please. Betaje. Sir, you know it. Sir, you know it. And secondly, he is deviating from the topic. I will ask him to put his artificial legs down. Let him speak. അയ്യ വണക്കം. കഴിഞ്ഞ ദിവസം CPM-ന്റെ വെള്ളംകോരിയും വിറക് വെട്ടിയും MP സ്ഥാനം കരസ്ഥമാക്കിയ ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന പുങ്കവൻ രാജ്യസഭയിൽ ചാടി എഴുന്നേറ്റു. രാജ്യസഭയിൽ ചാടി എഴുന്നേറ്റ ശേഷം ജോൺ ബ്രിട്ടാസ് തൻ്റെ ശബ്ദത്തിൻ്റെ മാക്സിമം വോളിയത്തിൽ ആക്രോശിക്കുന്നതാണ് രാജ്യസഭയിലെ സ്പീക്കർ കണ്ടത്. അതിനുശേഷം രാജ്യസഭയിലെ സ്പീക്കർ ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ ധൈര്യമായി തുടർന്നുകൊള്ളൂ, വേറൊന്നും തന്നെ സഭാരേഖകളിൽ വരില്ല എന്നാണ് രാജ്യസഭയിലെ സ്പീക്കർ പറഞ്ഞത്. എന്തായിരുന്നു ആ സംഭവം? യഥാർത്ഥത്തിൽ ജോൺ ബ്രിട്ടാസിനെ അലോസരപ്പെടുത്തിയത് എന്താണ്? ജോൺ ബ്രിട്ടാസ് ഇതുവരെ കാണാത്ത വെപ്രാളവും വിറളിയും അവിടെ കാണിക്കാൻ തുനിഞ്ഞത് എന്തുകൊണ്ടാണ്? ഇതുവരെ ജോൺ ബ്രിട്ടാസിൽ കാണാത്ത വല്ലാത്ത ഒരു ഭയം അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിഴലിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിലൂടെ ഏതൊരു മലയാളിക്കും കൃത്യമായി വ്യക്തമായിരുന്നു. ജോൺ ബ്രിട്ടാസിൻ്റെ മുഖം ഒന്ന് വെളറി വെളുത്തതായിട്ട് കഴിഞ്ഞ ദിവസം ഏതെങ്കിലും ഒരു മലയാളിക്ക് തോന്നിയാൽ അതിന് ഒറ്റ പേര് മാത്രമേ നമുക്ക് എടുത്തു പറയാനായി സാധിക്കുകയുള്ളൂ. അത് സദാനന്ദൻ മാസ്റ്ററുടെ പേരാണ്. ക്ഷമിക്കണം, ഈ സ്റ്റോറിയിൽ ഒട്ടും തന്നെ ഹാസ്യം ഉപയോഗിക്കാൻ അല്ലെങ്കിൽ നർമ്മം ഉപയോഗിക്കാൻ ഞാൻ തയ്യാറല്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ജോൺ ബ്രിട്ടാസിനെ തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് ചാടി എഴുന്നേൽപ്പിച്ച, അല്ലെങ്കിൽ ജോൺ ബ്രിട്ടാസിൻ്റെ പൃഷ്ഠം ഇരിപ്പിടത്തിൽ ഉറപ്പിക്കാൻ ജോൺ ബ്രിട്ടാസിന് സാധിക്കാത്ത രീതിയിലുള്ള ഒരു പ്രസംഗം അവിടെ സദാനന്ദൻ മാസ്റ്റർ നടത്തിയിരുന്നു.